വാഴ്ത്തുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 103 സങ്കീർത്തനമാണ് നമ്മൾ ചേർന്ന ഈ സഭായോഗത്തിൽ വായിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത്. പല പ്രാവശ്യം ഈ സങ്കീർത്തനം വായിച്ച് നമ്മൾ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം ഈ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. ഈ സങ്കീർത്തനത്തിലെ ആത്മീക ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ വായിച്ചത് 2-ാം വാക്യമാണ്. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കാനാകാത്ത ദൈവത്തിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ഇതിൻ്റെ ശീർഷകത്തിൽ നമ്മൾ കാണുന്നു, ദാവീദാണ് ഇതിൻ്റെ രചയിതാവ്. തൻ്റെ പാപക്ഷമയെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ തൻ്റെ അകത്ത് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സമയത്ത് രചിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതമാണ് ഈ സങ്കീർത്തനം. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് നമുക്ക് വായിക്കുവാനായിട്ടിടയായി തീർന്നത്. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നുപോയ അനേക വ്യക്തികളെ ദൈവവചനത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം എന്തെല്ലാം ജീവിതത്തിൽ നന്മകൾ നൽകിയിട്ടുണ്ടോ, എന്തെല്ലാം ഉപകാരങ്ങൾ ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ടോ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ദൈവമക്കൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്ന് ജീവിച്ച ഒരു ചരിത്രം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുന്നുണ്ട്. അതിന് വളരെ ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെയൊക്കെ അവർ ഓർക്കാതെ അവർ മറന്ന് ജീവിച്ച ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. 78-ാം സങ്കീർത്തനത്തിനകത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ച് വെള്ളത്തെ ചിറ പോലെ നിർത്തി. അപ്പോൾ തന്നെ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി ഒക്കെ ദൈവം അവർക്ക് തുണയായി നിന്നു. മരുഭൂയാത്രയിൽ അവർക്ക് വേണ്ടിയ നന്മകളും അവർക്ക് വേണ്ടിയ എല്ലാ കരുതലുകളും ദൈവം കൊടുത്തിട്ടും 78-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ അവരുപേക്ഷിച്ചു നടന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ, ദൈവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിചാരിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ മറന്നുപോകാതെ ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകണം. അത് 78-ന്റെ 17 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. ദൈവസന്നിധിയിൽ അവർ പറയുകയാണ്, അവർ ദൈവത്തോട് പാപം ചെയ്തു. ഈ നന്മകളൊക്കെ ആ ഇടയ്ക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. 78-ാം സങ്കീർത്തനത്തിൻ്റെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവർ കടത്തി, അവർ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. ഈ കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന് ശേഷവും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്: എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മത്സരിക്കുന്ന ഒരു കൂട്ടത്തിലായി മാറരുത് ദൈവത്തിന്റെ മക്കൾ. മറിച്ച് ദൈവം ചെയ്ത നന്മകളെ വർണ്ണിക്കുന്നവരായി, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുന്നവരായി മാറണം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായി മാറണം. ഇന്ന് പകലും ഈ ആലയത്തിനകത്ത് ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയങ്ങളുമായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്താൽ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ എനിക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയിട്ട് 9 പേരും നന്ദിയില്ലാത്തവരായി മടങ്ങിപ്പോയി. ഒരു മനുഷ്യൻ മാത്രം, ഒരു ശമരിയക്കാരൻ മാത്രം മടങ്ങി വന്ന് യേശുവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് നന്ദി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ 10 പേരിൽ 9 പേരും നന്ദിയില്ലാത്തവരായി തീർന്നതുപോലെ
ദൈവികമായി അത്ഭുതങ്ങൾ കണ്ടിട്ടും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്നു പകൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഉപകാരങ്ങൾ മറന്നുപോയവരായിട്ടല്ല, മറിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയാൻ ദൈവം നമ്മെ സഹായിക്കണം. അങ്ങനെ നന്ദി പറഞ്ഞവരും ദൈവത്തിന്റെ വചനത്തിനകത്ത് കാണുന്നുണ്ട്. അത് ഞാൻ ഓടിച്ചു പറയാം. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:20. ഏലിയാവ് എലീശയുടെ മേൽ തന്റെ പുതപ്പിട്ട് കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ഞാൻ പോയി എൻ്റെ അപ്പനോടും അമ്മയോയും ചുംബിച്ചു മടങ്ങി വരാമെന്ന് എലീശ പറയുമ്പോൾ ഏലിയാവ് പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നിരിക്കുന്നുവെന്ന് നീ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ എലീശ അവനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തെന്ന് ആ വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതുപോലെ നന്ദിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനത്തിനകത്ത്, ഈ 103-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ വേഗത്തിൽ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. 103-ാം സങ്കീർത്തനത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ചെയ്ത 5 വിധ ഉപകാരങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കണം. 1, അവൻ അകൃത്യം മോചിക്കുന്നു. അവൻ അകൃത്യം മോചിച്ച ദൈവമാണ്. ഇന്ന് പകൽ ആലയത്തിനകത്ത് വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിഞ്ഞത് നമ്മുടെ അകൃത്യങ്ങളെ കണക്കിടാതെ, നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ച് നമുക്ക് പാപക്ഷമ തന്ന് നമ്മെ വീണ്ടെടുത്ത ഒരു നല്ല കർത്താവ് ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ ആലയത്തിനകത്ത് വന്ന് എനിക്ക് നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ സകല രോഗങ്ങളെയും എന്ത് ചെയ്യുന്നു? അവൻ സൗഖ്യമാക്കുന്നു. രോഗത്തെ സൗഖ്യമാക്കിയ നല്ല നമ്മളിവിടെ വായിക്കുന്നത്, മറിച്ച് ഞാൻ പറയുകയാണ്, അവൻ എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. രോഗങ്ങളെ വഹിക്കുന്ന, നമ്മുടെ വ്യാധികളെ വഹിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ഉപകാരങ്ങളെയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതെത്ര പഴകിയ രോഗമാണെങ്കിലും, എത്ര വർഷം ചെന്നതാണെങ്കിലും, നമുക്കറിയാം 38 സംവത്സരം രോഗിയായ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കി. അങ്ങനെ ഓരോ ചരിത്രങ്ങളുണ്ട്. എല്ലാം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര വലിയ പ്രതിസന്ധിയോ, എത്ര വലിയ രോഗങ്ങളോ, എത്ര വർഷം പഴക്കം ചെന്നതോ ആണെങ്കിലും അതിനകത്ത് നിന്നും വിടുവിപ്പാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നു, ജീവനെ നാശത്തിൽ നിന്നും അവൻ വീണ്ടെടുക്കുന്നു. നാശം എന്ന വാക്കിന്റെ പല അർത്ഥങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശവക്കുഴിക്കകത്ത് നിന്ന്, മരണത്തിനകത്ത് നിന്ന് പോലും അവൻ നമ്മളെ വിടുവിച്ചവനായ ദൈവമാണ്. നമ്മുടെ പ്രാണനെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവന് ഒരു നാളും സാധിക്കാത്ത പ്രാണന്റെ വീണ്ടെടുപ്പ് അവൻ നമുക്ക് വേണ്ടി പകർന്നു തന്നെങ്കിൽ ഇന്നു പകൽ എത്ര സ്തുതിച്ചാൽ മതിയാകും. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തതാണെങ്കിൽ, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതാണെങ്കിൽ, നമ്മുടെ പ്രാണനെ ഒരിക്കലും സാധിക്കാത്ത ഇടത്ത് നിന്ന് ദൈവം വീണ്ടെടുത്തതാണെങ്കിൽ മൗനമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. കരമടിച്ച് നന്ദിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നാലാമത്തെ കാര്യം, അവൻ ദയയും കരുണയും കൊണ്ട് നമ്മെ അലങ്കരിക്കുന്ന ദൈവമാണ്. ദയയും കരുണയും കൊണ്ട് അവൻ നമ്മളെ അലങ്കരിക്കും. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ മുമ്പേ ഇന്ന് പകൽ നമ്മൾ പറയണം, ദൈവത്തിന്റെ ദയ എൻ്റെ മേൽ എന്നെ ചുറ്റി പരിപാലിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മേളിൽ ഒരു കുട പോലെ നിവർന്നു നിൽക്കുന്ന ആകാശമുണ്ട്. ഹല്ലേലൂയ. കത്തി അമരുന്ന സൂര്യന്റെ കിരണങ്ങൾ ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മി പോലെ സകലത്തെയും നശിപ്പിക്കുന്നത് ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിച്ച് ഒരരിപ്പ പോലെ ആ സൂര്യന്റെ കിരണങ്ങളെ അരിച്ച് ഇറക്കുകയാണ്. നശിപ്പിക്കേണ്ടതിനെ ആകാശത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്നത് പോലെ അതിന്റെ ശാസ്ത്രീയമായ സത്യം അതാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭവനത്തിന്റെ മീതെ ഒരു കുട പോലെ ദൈവത്തിന്റെ ദയ നിന്നെ ചുറ്റി പരിപാലിക്കുന്നത് കൊണ്ട്, നമ്മുടെ തലമുറയുടെ മേൽ ഒരു കുട പോലെ ദൈവത്തിന്റെ ദയ നമ്മളെ ചുറ്റി പരിപാലിക്കുന്നത് കൊണ്ട് ആ ദയ ഒരു ദിവസത്തേക്കൊന്ന് മാറിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിക്കുക.
പ്രിയമുള്ള ദൈവമക്കളെ, ആ ദൈവത്തിന്റെ ദയ ഒരു ദിവസത്തേക്കൊന്ന് മാറി നിന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എത്ര നാശകരമായിരിക്കും. ഇന്ന് പകൽ നീ ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപായി മനസ്സിലാക്കുക, എന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ദയയുണ്ട്, മാറിപ്പോകാത്ത ഒരു ദയയുണ്ട്, എന്നെ തൃപ്തരാക്കുന്ന ഒരു ദയയുണ്ട്. അവൻ എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അഞ്ചാമത്തെ കാര്യം, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കകത്തെ അഞ്ചാമത്തെ കാര്യം, അവൻ എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതെന്നോർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയാൻ പറ്റുമോ? ഒരിക്കൽ കൂടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അവൻ ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകൾ ഇന്ന് പകൽ വലുതാണ്. നന്ദിയോടെ ഇന്ന് പകൽ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമുക്ക് വേണ്ടി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. നിരന്തരമായി ആ ദൈവത്തിന്റെ ദയ അനുഭവിപ്പാൻ, കൃപ അനുഭവിപ്പാൻ ഒരു ദിവസം പോലും നമ്മുടെ കുടുംബത്തിനകത്തു നിന്ന് ദൈവത്തിന്റെ ദയ പിൻവലിക്കാതെ, ദൈവത്തിന്റെ ദയ എടുത്തു കളയാതെ നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന അവന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പാടിയതുപോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് പാടിയത്